ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ്. ആക്ച്വലി ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി തിയറി കംപ്ലീറ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചൊക്കെ ക്ലിയർ ആണ്, ഫൈനൽ റിവിഷന് വേണ്ടി നിങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിലായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിനോട് അടുപ്പിച്ച് ടൈം ഇല്ലാതെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർ ചാപ്റ്റർ കംപ്ലീറ്റ്ലി കവർ ചെയ്ത ശേഷം വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് കെമിക്കൽ കൈനറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്, സെറ്റ്, കേരള PSC, അതേപോലെ ഗേറ്റ്, ജാം, ഇങ്ങനെയുള്ള എല്ലാ കെമിസ്ട്രി ബേസ്ഡ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ബേസിക്സ് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊരു പ്രോബ്ലം ബേസ്ഡ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കൈനറ്റിക്സിൽ റിയാക്ഷൻ്റെ റേറ്റ് ആണ് പറയാറുള്ളത്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വി ആർ മെഷറിങ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ? അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാം. റിയാക്റ്റൻ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ കോൺസെൻട്രേഷനിൽ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ഇൻക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും, വിച്ച് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഈ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് n ഈസ് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. സോ ഈ രണ്ട് ടേംസും, നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റും അതേപോലെ ഓർഡറും നമ്മൾ വഴിയെ പറയും. സോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അതേപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇത് നമുക്ക് അറിയാം, നമ്മൾ റേറ്റ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ്, നെഗറ്റീവ് വാല്യൂസ് വരില്ല. അടുത്തത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ടൈം സ്പാനിൽ, അതായത് ടൈം ഇൻ്റർവെല്ലിൽ എത്ര റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് റേറ്റിനെ രണ്ട് രീതിക്ക് പറയാം. ഒന്ന് ആവറേജ് റേറ്റ് ആണ്, അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്കുണ്ട്. അപ്പോൾ ആവറേജ് റേറ്റ് എന്ന് പറയുമ്പം ഓവർ ദി കോഴ്സ് ഓഫ് റിയാക്ഷൻ, അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ റേറ്റിലുള്ള ആവറേജ് വാല്യൂ, റേറ്റിൻ്റെ മീൻ വാല്യൂവിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം, AA + BB gives CC + DD. ഇതിൽ ഓവറോൾ റേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ റിയാക്ഷൻ്റെ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു A, വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും, -1/A delta A/delta T. ഓക്കെ, ആൻഡ് ഈ A എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് A ആണ്. ഓക്കെ, റിയാക്റ്റൻ്റ് Aൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് ഈ സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ ഓവറോൾ റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് A എത്രയുണ്ടോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് 1 mole ഓഫ് Aൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത്. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു B ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ നമുക്ക് റേറ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഡെൽറ്റ T എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ ആണ്, റിയാക്ഷൻ കംപ്ലീഷൻ ആവശ്യമായിട്ടുള്ള ടൈം, അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ മെഷർ ചെയ്യുന്നത് ആ ഒരു ടൈം ഇൻ്റർവെൽ ആണ് ഈ ഒരു ഡെൽറ്റ T എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ആവറേജ് റേറ്റിന് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഡെൽറ്റയാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താ, ആവറേജ് എന്ന് പറയുമ്പം നമുക്കൊരു നോട്ടബിൾ അല്ലെങ്കിൽ അപ്രീഷ്യബിൾ ടൈം ഇൻ്റർവെൽ ഉണ്ട്. നമ്മളെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് കൊടുക്കേണ്ടി വരും. ആൻഡ് ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു ഓർ ഇറ്റ് ജസ്റ്റിഫൈസ് ദി ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിലോ നമ്മൾ എന്ത് എഴുതേണ്ടി വരും, പ്ലസ് ആയിരിക്കും വരുന്നത്. സോ സിയും ഡി ആണ് പ്രൊഡക്ട്സ് വരുന്നത്, 1/C delta C/delta T. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ഡെൽറ്റ T, ആ ടൈം ഇൻ്റർവെൽ വിച്ച് ഇസ് അപ്രോച്ചിങ് 0. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നേരത്തെ നമ്മൾ ആവറേജ് റേറ്റിൽ ഡെൽറ്റ എടുത്തിരുന്നു, അത് മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവിൻ്റെ ഫോമിലാണ് എഴുതുന്നത്.
ബാക്കിയെല്ലാം സെയിം ആണ്. ഡെൽറ്റയ്ക്ക് പകരം ഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ആൻഡ് ഈ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഓർക്കുക. ഡി ടി എന്ന് പറയുന്നത് വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ ആണ്. നമ്മൾ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ആർ ഗിവ്സ് പി, അതാണ് നമ്മുടെ റിയാക്ഷൻ. സോ ഇനീഷ്യൽ ടൈം T1-ൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R1-ഉം ടൈം T2-ൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R2 ആണെങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ആർ ആവറേജസ് ഈക്വൽ ടു ഈ ഒരു ഡിഫറൻസ് R2-ൽ നിന്നും R1 മൈനസ് ചെയ്യുക, അതേപോലെ T2-ൽ നിന്നും T1 മൈനസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ എഴുതുന്നു. ആൻഡ് റിമെമ്പർ നമ്മൾ മൈനസ് സൈൻ ഇവിടെയും കൊടുക്കും. സോ മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് വരും. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണിച്ച പോലെ ഒരു സ്മോൾ ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോഴുള്ള റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡി ആർ ബൈ ഡി ടി ആയിരിക്കും. അടുത്തത് നമ്മളിപ്പോൾ കണ്ടത് ഓവറോൾ റേറ്റ് ആണ്, അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ആവറേജ് റേറ്റ് ആണെങ്കിലും നമ്മൾ റിയാക്ഷൻ്റെ ടോട്ടൽ സ്പീഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേസമയം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്, അതായത് ഇൻഡിവിജ്വൽ റിയാക്റ്റൻസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സിൻ്റെയും റേറ്റ് ഓഫ് ഡീഫോർമേഷനും അതേപോലെ റേറ്റ് ഓഫ് ഫോർമേഷനും പറയാൻ പറ്റും. സോ നമ്മൾ എന്റെ ഡീഫോർമേഷൻ്റെ റേറ്റ് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആവശ്യമില്ല. സോ ഇവിടെ നോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് റിക്വയർഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആവശ്യമില്ല, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആവശ്യമില്ല. നമ്മൾ എൻ്റെയും ബിൻ്റെയും അതേപോലെ സിൻ്റെയും ഡിൻ്റെയും റേറ്റ് ഓഫ് ഡിഫോർമേഷൻസ് ഫോർ റിയാക്റ്റൻസും അതേപോലെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഫോർ പ്രൊഡക്ട്സും നമ്മൾ പറയും. അടുത്തത് റേറ്റിൻ്റെ യൂണിറ്റ് ആണ്. സിമ്പിളാണ്, നമുക്കറിയാം കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോൺസെൻട്രേഷനെ നമ്മൾ മോളാറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, മൊളാരിറ്റിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ മോളാർ മിനിറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മോളാർ സെക്കൻഡ് ഇൻവേഴ്സ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ടേം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാറാം. അതേപോലെ ഗേഷ്യസ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേഷനെ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോഴേ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് ബാർ സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ATM സെക്കൻഡ് ഇൻവേഴ്സ് അതേപോലെ പ്രഷറിൻ്റെ യൂണിറ്റ് ആയിരിക്കും വരുന്നത്. അടുത്തത് റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ്. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ റേറ്റിനെ എഴുതുന്നു ഇൻ ടേംസ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് റേസ്ഡ് ടു സം പവേഴ്സ്. ആൻഡ് ഈ പവർ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന് ഈക്വൽ ആവാം അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെ ഇരിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പം A+2B എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B² ഇങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറൽ ആയിട്ട് A⁻x ഇൻറ്റു B⁻y എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ദി റേറ്റ് കോൺസ്റ്റന്റ്. അടുത്തത് റിയാക്ഷൻ്റെ ടൈപ്സ് ആണ്. രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എലിമെന്ററി റിയാക്ഷനും രണ്ട് കോംപ്ലക്സ് റിയാക്ഷനും. എലിമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. സോ നമ്മുടെ റിയാക്റ്റന്റ് ഉണ്ടാവും, അതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴി പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് കിട്ടുന്നത് വിച്ച് ഇസ് അൺസ്റ്റേബിൾ. അപ്പോൾ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത്, അതെന്താവും ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്റ്റായി മാറുക ചെയ്യുന്നത്. അതേസമയം കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒന്നിലധികം എലിമെന്ററി റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു സെറ്റ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ റിയാക്ഷൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. സോ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടെ കടന്നുപോയി ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു വീണ്ടും ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടെ പോയി പ്രൊഡക്റ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓർഡർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ കണ്ടു റേറ്റ് ലോയിലുള്ള പവേഴ്സിൻ്റെ സം ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഓർഡർ N is equal to x+y എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ ഓർഡറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്തും വരാം. ഓക്കെ, അപ്പോൾ 0യും വരാം, അതേപോലെ തന്നെ ഫ്രാക്ഷനും പോസിബിൾ ആണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അടുത്തത് ഓർഡർ ഓഫ് എൻ എലിമെന്ററി റിയാക്ഷൻ. എലിമെന്ററി റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ സം ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ A+BB ഗിവ്സ് പ്രൊഡക്റ്റ്, ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതൊരു എലിമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഓർഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് A+B നമുക്ക് എഴുതാം. ഓക്കെ, ഇനി 0 ഓർഡർ റിയാക്ഷൻ ഉണ്ട്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
അതായത് നമ്മൾ റേറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? K into concentration of the reactant raised to 0. അതുകൊണ്ട് തന്നെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡർ 1 ആണ്. സോ റേറ്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? K into concentration of the reactant raised to 1. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 2 വരും. സോ റേറ്റ് വിൽ ബി ഈക്വൽ ടു K into concentration of the reactant raised to 2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? K into R1. രണ്ട് റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും പവേഴ്സ് 1 ഈച്ച് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു K into concentration raised to some power ആയിരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ raised to എന്ന് എഴുതാം. ഇനി നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ divided by time divided by concentration raised to n. So ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കോൺസെൻട്രേഷൻ raised to 1 minus n into time inverse. So ഇതായിരിക്കും നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ raised to 1 minus n ടൈം ഇൻവേഴ്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ത് വരും? സീറോ ഓർഡർ ആവുന്ന സമയത്ത് n ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടൈം ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, സോ നമ്മൾ മോളാരിറ്റിയിലാണ് കോൺസെൻട്രേഷൻ പറയുന്നതെങ്കിൽ മോളാർ സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഇതായിരിക്കും യൂണിറ്റ് വരുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ raised to 1 minus 1 into ടൈം ഇൻവേഴ്സ് എന്ന് വരും. കോൺസെൻട്രേഷൻ്റെ ടേം പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ n ഈക്വൽ ടു 2 ആയിരിക്കും. സോ കോൺസെൻട്രേഷൻ raised to 1 minus 2 ടൈം ഇൻവേഴ്സ്. ഓക്കെ, സോ ഇതിൽ നിന്നും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ raised to 1 minus 2 എന്ന് പറയുമ്പോൾ -1 വരും ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ് വരും. സോ ഇറ്റ് ഇസ് മോൾ raised to -1 ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെ ഏത് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് മൊളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്, അത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മൊളിക്യൂൾസ് ആവാം, ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എലമെന്ററി റിയാക്ഷൻ്റെ കേസിലാണ് നമുക്ക് മൊളിക്കുലാരിറ്റി പറയാൻ പറ്റുന്നത്. വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഒരുമിച്ച് കൊളൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്, ആ ഒരു നമ്പറിനെയാണ് നമ്മൾ മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മൊളിക്യൂൾസ് കൊളൈഡിങ് കനോട്ട് ബി സീറോ ഓർ ഫ്രാക്ഷണൽ. സോ നമുക്ക് സീറോ മൊളിക്യൂൾസ് കൊളൈഡ് ചെയ്യാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ ഫ്രാക്ഷണൽ അല്ലെങ്കിൽ സീറോ വരില്ല. സോ യൂണിമൊളിക്കുലർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണിത്. ഇവിടെ നമുക്ക് ഒരു മൊളിക്യൂൾ റിയാക്ടിങ് സ്പീഷീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ബൈമൊളിക്കുലർ റിയാക്ഷൻ്റെ എക്സാമ്പിളിൽ വരുന്നത് നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ഡീകമ്പോസിഷൻ ആണ്. ഇവിടെ 2 മോളിക്യൂൾസ് ഓഫ് HI വരും. യൂഷ്വലി നമുക്ക് മൊളിക്കുലാരിറ്റീൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് സാധാരണഗതിയിൽ വരുന്നത്. കാരണം നമുക്ക് മോളിക്കുലാരിറ്റി 3ൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും 4 മോളിക്യൂൾസ് ഒരുമിച്ച് വന്ന് കൊളൈഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അറ്റ് എ ടൈം വന്ന് കൊളൈഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ യൂഷ്വലി നമ്മുടെ വാല്യൂ വരുന്നത് 1, 2 ആൻഡ് മാക്സിമം 3 ആയിരിക്കും. നെക്സ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ് ഒരു റിയാക്ഷൻ്റെ കേസിലുള്ളത്. സോ ഇത് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ കോംപ്ലക്സ് റിയാക്ഷനിലാണ്. നമുക്ക് ഒന്നിലധികം എലമെന്ററി റിയാക്ഷൻസ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് I- ഇൻ ആൽക്കലൈൻ മീഡിയം. സോ നമുക്ക് കിട്ടുന്നത് വാട്ടറും ഓക്സിജനും ആണ്. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ IO- എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇതൊരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ RDS, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അമംഗ് ദി ഹോൾ സ്റ്റെപ്സ് ഇൻ എ റിയാക്ഷൻ. സോ നമ്മൾ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് RDS എന്ന് വിളിക്കുന്നത്. അടുത്തത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ദ ഓവറോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് കൺട്രോൾഡ് ബൈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇനി ഓർഡറും മൊളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം.
ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഇറ്റ് ഇസ് ദി സം ഓഫ് ദി പവർ റേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. അതേസമയം മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൊളിക്യൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെന്ററി സ്റ്റെപ്പ് ഓഫ് എ റിയാക്ഷൻ. സോ നമുക്കൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിലധികം സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെയും മൊളിക്കുലാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. അതേസമയം മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നമുക്കൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊളിക്കുലാരിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓർഡറിന്റെ വാല്യൂ 0 ആവാം, ഫ്രാക്ഷണൽ ആവാം, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് ഒക്കെ ആവാം. അതേസമയം മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 0യോ ഫ്രാക്ഷണലോ വരാൻ പറ്റില്ല. അതേപോലെ ഓർഡർ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആവാം, അതേസമയം മൊളിക്കുലാരിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ദെൻ നമ്മുടെ ഓർഡർ ഓവറോൾ റിയാക്ഷന്റെ കേസിലാണ് പറയുന്നത്. നമ്മളൊരു ഹോൾ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ ഓർഡർ അങ്ങനെയാണ് നമ്മൾ പറയാം. അതേസമയം നമ്മൾ പറഞ്ഞ പോലെ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെയും മൊളിക്കുലാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. ഇനി ഓർഡർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. ഓക്കെ. അതേസമയം നമ്മുടെ മൊളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്തില്ല. അടുത്തതാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്രോക്സിമേഷൻസ്, ഇക്വിലിബ്രിയം അപ്രോക്സിമേഷനും അതേപോലെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷനും. ഈ 2 അപ്രോക്സിമേഷൻസും നമുക്ക് റേറ്റിന്റെ ഡിറ്റർമിനേഷനിൽ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. എസ്പെഷ്യലി നമുക്ക് ഒന്നിലധികം സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാം. ആദ്യത്തേത് ഇക്വിലിബ്രിയം അപ്രോക്സിമേഷൻ ആണ്. നമ്മൾ ഇത് മെയിനായിട്ട് പറയുന്നത് റിവേഴ്സിബിൾ ഫാസ്റ്റ് സ്റ്റെപ്പുകൾക്കാണ്. റിവേഴ്സിബിൾ റിയാക്ഷന്റെ കേസിലാണ് നമ്മൾ ഇക്വിലിബ്രിയം അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇതൊരു ഇക്വിലിബ്രിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ തിരിച്ചു പറയാം. സോ അങ്ങനെ പറയുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയാം. സോ ഇതിൽ നമുക്ക് ഏതെങ്കിലും വാല്യൂസ് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ലിവിങ് സ്പീഷീസിന്റെ കേസസിലാണ്. അതായത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ, ഒന്നിലധികം സ്റ്റെപ്പുകളുള്ള റിയാക്ഷനിൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ റേറ്റിന്റെ ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ടേം, ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് ആറ്റംസോ ഫ്രീ റാഡിക്കൽസോ ആവാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഇന്റർമീഡിയറ്റിന്റെ കാറ്റഗറിയിൽ റിയാക്ടൻസിനോ പ്രൊഡക്റ്റിനോ പെടുത്തില്ല. സോ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നമുക്ക് റിയാക്ടന്റിനോ പ്രൊഡക്റ്റിനോ ആപ്ലിക്കബിൾ അല്ല. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫോർമേഷന്റെ റേറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഹോൾ ഐഡിയ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. ഓക്കെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. അതായത് എയും ബിയും റിയാക്ട് ചെയ്യുന്നു, സി ഫോം ചെയ്യുന്നു, ആൻഡ് സി ഈസ് ദി ഇന്റർമീഡിയറ്റ്, ആൻഡ് ഈ സി ഡിസോസിയേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. സോ നമുക്ക് റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും, സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ടേംസിലാണ് നമ്മൾ പറയുക, ദിസ് ഇസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സോ K3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി എന്ന് പറയേണ്ടി വരും. ബട്ട് സീന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഇക്വേഷനിൽ ഫീസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി, അതായത് സി ഫോം ചെയ്യുന്ന റേറ്റ്, എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സി കിട്ടുന്നത്. സോ നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ത് വരും, K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് വരും. അതേസമയം റേറ്റ് ഓഫ് ഡിഫോർമേഷൻ 2 രീതിയിൽ വരാം. ഒന്നിക്കൽ ഈ സി എന്ത് ചെയ്യാം, തിരിച്ച് എയും ബിയും ആവാം, അല്ലെങ്കിൽ സി പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. സോ നമുക്ക് 2 രീതിയിൽ സീൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ ഒന്നെന്ന് പറയുന്നത് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി പ്ലസ് K3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി. അപ്പം നമ്മൾ രണ്ടും എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നും ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി, ഇക്വേഷൻ 1 and 2. ഈ 2 വാല്യൂസും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. റേറ്റ് ഓഫ് ഫോർമേഷൻ ഇസ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് സിയുടെ കോൺസെൻട്രേഷൻ കിട്ടും, K1 ഇൻറ്റു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ K2 പ്ലസ് K3. അതെന്ത് ചെയ്യുക, നമ്മുടെ റേറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിക്ക് പകരം നമ്മൾ ഇവിടെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി, സീനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് റേറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ റിയാക്ഷൻസ് ആയിട്ട് പോവാം. ഓരോ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ വരെയാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ഇവിടെ ഡെറിവേഷൻസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻസ് ആണ് പറഞ്ഞു പോകുന്നത്.
സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ് ഒന്ന് റിവേഴ്സ് ഹേബേഴ്സ് പ്രോസസ്സ്, അതായത് നമ്മുടെ അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനോ ആയിട്ട് മാറുന്ന റിയാക്ഷൻ. അതേപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫസ്. HI ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം H2+I2 ആണ് കിട്ടുന്നത്. ഈ ഒരു റിയാക്ഷൻ ആണ്. ഈ രണ്ട് റിയാക്ഷൻസ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അതായത് സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻറ്റ്. നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത റിയാക്ഷൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 0. A എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. സോ ഇവിടെ 0 വന്നു. ഇനി നമ്മളത് റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? dx/dt ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. സോ ഡെറിവേറ്റീവ് ഓഫ് നമ്മുടെ കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കാം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതെന്ത് വരും? K0 എന്ന് വരും. സീറോ ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ K0 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് K0 കൊടുക്കാം. ഓക്കെ, സോ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? K0 എന്നാണ് റേറ്റ് കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H is equal to K0T. സോ ദിസ് ഇസ് ദി ബേസിക് ഇക്വേഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് പകുതി ആവാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Tക്ക് പകരം T½ കൊടുക്കാം. അതേപോലെ കോൺസെൻട്രേഷന് പകരം ബാക്കി എത്ര ഉണ്ടാവും? ഹാഫ് എമൗണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി A0/2 ആയിരിക്കും ഉണ്ടാവുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? T½ is equal to A0/2K0. ഇനി 100% കംപ്ലീഷൻ, അതായത് T100% ടോട്ടൽ കംപ്ലീഷൻ ടൈം, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ 2 times T½ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. സിമ്പിൾ ആണ്. നമ്മൾ കണ്ടു H is equal to K0 into T. ഓക്കെ, സോ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അതേപോലെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഇനി റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താ? നമ്മുടെ റേറ്റ് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്കറിയാം എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീക്കേസും നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മുടെ റേറ്റ് ഇക്വേഷൻ എന്ത് വരും? dx/dt is equal to K1 A raised to 1 വരും. ആൻഡ് ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AT is equal to A0 e raised to minus K1T. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം A0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതേസമയം AT എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് അറ്റ് ടൈം T. അതായത് ടൈം T ആകുമ്പോഴേക്കും റിയാക്ഷൻ നടന്ന് എത്ര റിയാക്റ്റൻറ്റ് ബാക്കിയുണ്ട്, റിമൈനിങ് പോർഷൻ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ്പൊണൻഷ്യലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും നാച്ചുറൽ ലോഗരിതം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് ലോഗരിതം, അതായത് നാച്ചുറൽ ലോഗരിതത്തിന് ഇൻ ടേംസ് ഓഫ് ലോഗ് എഴുതുകയാണെങ്കിൽ നമുക്ക് 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് ഹാഫ് ലൈഫ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്താൽ 0.693/K1 എന്നാണ് വരിക. ആൻഡ് ടോട്ടൽ ടൈം ഓഫ് കംപ്ലീഷൻ, അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്കറിയാം. ഇറ്റ് ഇസ് നമ്മളിപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേനെ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല അല്ലേ? റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുന്നത്. സോ ഇൻഫൈനൈറ്റ് ടൈം എടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ A വേഴ്സസ് T പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് ആണ്. സോ ദിസ് ഇസ് റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സം എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ് എന്തായാലും ഉണ്ടാവും. അതാണ് നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു ഇക്വേഷൻ ln(AT) = ln(A0 - K1T). നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കണ്ടല്ലോ, ആ ഒരു ഇക്വേഷൻ. ഇതിൽ നമ്മൾ ln(AT) വേഴ്സസ് T പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഒരു ഡിക്രീസ് ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്നും സം ഡിക്രീസ് സംഭവിച്ച് പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് -K1 ആണ്. അതായത് ഈ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ നെഗറ്റീവ് സ്ലോപ്പാണ്. നെക്സ്റ്റ് T½ വേഴ്സസ് A. നമുക്കറിയാം T½ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഇൻക്രീസും റിയാക്റ്റൻ്റ് ആണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഡിക്രീസും ആണ് ഉണ്ടാവുന്നത്. അടുത്തത് റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ. നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ്റ് റേസ് ടു 1 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് K ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ കിട്ടും.
നെക്സ്റ്റ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഹയർ ഓർഡർ റിയാക്ഷൻ, ഒരു സെക്കൻഡ് ഓർഡറോ ചിലപ്പം തേർഡ് ഓർഡറോ പോലെ തോന്നും, ബട്ട് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ഓക്കെ, അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സസ് ഓഫ് വാട്ടറിലാണ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് നമ്മുടെ ഈഥൈൽ അസറ്റേറ്റിന് വരും. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതേപോലെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഇവിടെയും നമ്മൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ റേറ്റ് എന്ന് പറയുന്നത് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ്, ദിസ് സുക്രോസ്, അതാണ് വരുന്നത്. ഇനി ജനറൽ റേറ്റ് ഇക്വേഷൻ, നമ്മളിപ്പം റേറ്റ് ഇക്വേഷൻസ് കണ്ടു. അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജനറൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കെ എൻ ടി ഇസ് ഈക്വൽ ടു 1/n-1 ഇൻറ്റു 1/at⁻n-1 മൈനസ് 1/a0n-1. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓർഡറിന് ഈ ഒരു ഇക്വേഷൻ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫസ്റ്റ് ഓർഡർ. കാരണം എന്താ, നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/0 ഇൻഫിനിറ്റി എന്നൊക്കെ കിട്ടും. അതുകൊണ്ട് അതിൽ ആപ്ലിക്കബിൾ അല്ല. ബാക്കി എല്ലാത്തിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻². ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ഓർഡറിൻ്റെ ജനറൽ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൽ 2 കൊടുക്കുക. സോ എന്നിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ K2T ഈക്വൽ ടു 1/2 - 1, അപ്പോൾ 1 വരും. ആൻഡ് 1/at-1/a0. ദെൻ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 8ക്ക് പകരം എന്ത് ചെയ്യുക, a0/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T ഹാഫ് നമുക്ക് 1/K2 ഇൻറ്റു a0 എന്ന് കിട്ടും. a0 ഈസ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. T ഹാഫിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്, അതായത് T ഹാഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1. ഇത് മസ്റ്റായിട്ട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ, അതായത് നമ്മുടെ 1/at വേഴ്സസ് T പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതേപോലെ റേറ്റ് വേഴ്സസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റേറ്റ് കൂടും. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ടെമ്പറേച്ചർ എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 10 ഡിഗ്രി ഡിഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റേറ്റ് കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. ഇതിൻ്റെ വാല്യൂ ടിപ്പിക്കലി വരുന്നത് 2 to 3 ആണ്. മോസ്റ്റ്ലി 2 അടുപ്പിച്ചായിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, 210 ഡിഗ്രിയും അതേപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ റേഷ്യോ കിട്ടുന്നത് 2 ആണ്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മളൊരു 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, റേറ്റ് ഡബിളോ അല്ലെങ്കിൽ ഈവൻ ട്രിപ്പിളോ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്നത്. അടുത്തത് അരീനിയസ് ഇക്വേഷൻ, നമുക്ക് വെൽ നോൺ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. K is equal to A⁻⁻ വേർ A എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. അതേപോലെ തന്നെ R എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. യൂണിറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നമ്മുടെ ഈ അരീനിയസ് ഫാക്ടറിന് നമ്മൾ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ ലോഗരിതം എടുക്കുന്നു. നാച്ചുറൽ ലോഗ് എടുക്കുന്ന സമയത്ത് ln(k) = ln(a - EA/RT. ആ ഒരു പ്ലോട്ടാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ln(k) വേഴ്സസ് 1/t പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ് വിച്ച് ഇസ് -EA/R. ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ln(a) ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം, 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വാല്യൂസ് നിങ്ങൾക്കറിയാം. K1 അതായത് T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, നിങ്ങളോട് K2 കാണാൻ പറയുന്നു. ഓക്കെ, സോ ആക്ടിവേഷൻ എനർജിയും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, K2 കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് വാല്യൂസ്, ഈ 2 സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് EAൻ്റെ വാല്യൂ കാണുക, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ബാക്കി എല്ലാ ടേംസും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അടുത്തത് നമ്മുടെ അരീനിയസ് ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് ഫോം ആണ്. അതായത് dln(k/dt) എടുത്തു കഴിഞ്ഞാൽ EA/RT² ആയിരിക്കും വരുന്നത്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
നമ്മുടെ ആക്ടിവേഷൻ എനർജി അതേപോലെ തന്നെ ത്രെഷോൾഡ് എനർജി ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ത്രെഷോൾഡ് എനർജി നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടന്റ് എത്രമാത്രം എനർജിയും കൂടി അബ്സോർബ് ചെയ്താൽ അല്ലെങ്കിൽ എത്ര എനർജിയും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് ത്രെഷോൾഡ് എനർജിക്ക് ഈക്വൽ ആവുന്നത്, ആ ഒരു എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ദി എക്സ്ട്രാ എനർജി റിക്വയർഡ് ഫോർ ദ റിയാക്ടന്റ് സ്പീഷീസ് ടു റീച്ച് ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി എത്താൻ റിയാക്ടൻസിന് ഇനി എത്രമാത്രം എനർജി ആവശ്യമുണ്ട്. ഇപ്പൊ ഇത് നോക്കിയേ, നമുക്ക് ടോട്ടലായിട്ട് ആവശ്യമുള്ള എനർജിയാണ് ഈ ത്രെഷോൾഡ് എനർജി. ഇപ്പോൾ റിയാക്ടന്റിന്റെ കയ്യിൽ ഓൾറെഡി ഇത്രയും എനർജി ഉണ്ട്. സോ ഇത്രയും കൂടി എനർജി കിട്ടിക്കഴിഞ്ഞാൽ ത്രെഷോൾഡ് എനർജി എത്തും. ഓക്കെ, സോ ഈ ഒരു എക്സ്ട്രാ എനർജി, ആവശ്യമുള്ള എക്സ്ട്രാ എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജീൻ്റെയും അതേപോലെ തന്നെ റിയാക്ടന്റിന് ഓൾറെഡി ഉള്ള ഈ ഒരു എനർജി, ഇത്രയും എനർജി ഉണ്ടല്ലോ, അത് ഓൾറെഡി ഉള്ളതാണ്, ആ എനർജിയും തമ്മിലുള്ള സമ്മാണ്. അത് രണ്ടും തമ്മിലുള്ള സമ്മാണ് നമ്മുടെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്രകാരം നമുക്ക് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ടെമ്പറേച്ചേഴ്സിൽ എത്രമാത്രം നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസിന് ത്രെഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യാൻ പറ്റും, അതിന്റെ ആ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ T2 greater than T1, T2 is a higher temperature. So ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസിന്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസിനാണ് ഈ ഒരു ത്രെഷോൾഡ് എനർജി ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ടെമ്പറേച്ചർ കൂട്ടി T2 ആവുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്രോസിംഗ് ദി ത്രെഷോൾഡ് എനർജി ബാരിയർ എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. നെക്സ്റ്റ് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് ആണ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിക്രീസ് ഇൻ ആക്ടിവേഷൻ എനർജി. അങ്ങനെയാണ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്നത്. സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇനി ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്പീഡ് കൂടുന്നത്? ഓക്കെ, ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്പീഡ് കൂടുന്നത്? അതിന്റെ കാരണം എന്തായിരിക്കും? റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാരിയർ, ഈ എനർജി ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്രോസിംഗ് എനർജി ബാരിയർ ഇൻക്രീസ് ചെയ്യും. കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിയാക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ആക്ടിവേഷൻ എനർജി വിത്ത് കാറ്റലിസ്റ്റും വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും എനർജി ഉണ്ട്. വിത്ത് കാറ്റലിസ്റ്റ് വരുമ്പോഴേക്കും ആ ഒരു എനർജീൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. ഇനി വാൻ ഹോഫ് ഇക്വേഷൻ, ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെക്കുക. DLN KEQ, ഇവിടുത്തെ KEQ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഡെൽറ്റ H0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി റിയാക്ഷൻ. നെക്സ്റ്റ് കൈനറ്റിക്സ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ എലിമെന്ററി റിയാക്ഷൻസ് ഒക്കെ കണ്ടു, 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഇനി നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻസിലേക്കാണ് കടക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ്, നമ്മൾ മെയിൻ ആയിട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ, സൈഡ് ചെയിൻ റിയാക്ഷൻ, അതേപോലെ നമ്മുടെ കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ, ഇത്രയും റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ റിവേഴ്സിബിൾ റിയാക്ഷൻ നമുക്കറിയാം A B ആവുന്നു, അതേസമയം B തിരിച്ച് A ആവുന്നു. നമ്മുടെ റേറ്റ് ഇക്വേഷൻ വരുന്നത് ln HE divided by HE minus H is equal to K1 plus K minus 1 T. HE എന്ന് പറയുന്നത് concentration of A that is transformed to B at equilibrium state. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നുണ്ടല്ലോ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്രമാത്രം A B ആയി മാറിയിട്ടുണ്ട്, ആ ഒരു കോൺസെൻട്രേഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. K1ഉം K-1ഉം റേറ്റ് കോൺസ്റ്റൻസ് ഫോർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് റെസ്പെക്റ്റീവ്ലി. അടുത്തത് പാരലൽ അല്ലെങ്കിൽ സൈഡ് റിയാക്ഷൻ. A gives B plus C. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, A Bയും തരുന്നുണ്ട്, A Cയും തരുന്നുണ്ട്, രണ്ടും തരുന്നുണ്ട് അല്ല. അപ്പോൾ A B ആവുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണ് K1, A C ആവുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണ് K2. രണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A ആണെങ്കിൽ നമുക്കറിയാം അറ്റ് ടൈം T ആവുന്ന സമയത്ത് H moles of A is reacted. H moles of A റിയാക്ട് ചെയ്തിട്ട് ബാക്കി എന്തുണ്ടാവും, A minus H moles ആയിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് A ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് A minus H ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു B എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ബിന്റെ കോൺസെൻട്രേഷൻ 0 ആണ്.
ടൈം ടി ആകുമ്പോഴേക്കും y മോൾസ് ഓഫ് ബി ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇനീഷ്യലി നമ്മുടെ ടൈം 0 ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് സി എന്ന് പറയുന്നത് 0 ആണ്. ടൈം ടി ആകുമ്പോഴേക്കും എച്ച് മോൾസ് ഓഫ് സി ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു എച്ച് മോൾസ് ഓഫ് എ ആണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എച്ച് ആയിരിക്കുമല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് അല്ലേ? എത്ര ബിയും സിയും ഫോം ചെയ്തു എന്നുള്ളത് എന്തായിരിക്കും? എത്ര എ റിയാക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും ബിയും സിയും ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ കണ്ടു അറ്റ് ടൈം ടി y മോൾസ് ഓഫ് ബി ആൻഡ് z മോൾസ് ഓഫ് സി ആർ ഫോംഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസെഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ ഫോം ചെയ്തിരിക്കുന്ന എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ ആണിത്. ഇതിൽ എ ടി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടൈം ടി വിച്ച് ഇസ് ഈക്വൽ ടു എ നോട്ട് ഇ റേസ് ടു മൈനസ് കെ വൺ പ്ലസ് കെ ടു ടി. അതേപോലെ തന്നെ വൈൻ്റെ വാല്യൂം സെഡിൻ്റെ വാല്യൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വൈയും സെഡും ആകെ ഡിഫറൻസ് വരുന്നത് ഈ ന്യൂമറേറ്ററിലുള്ള കെ വൺ ആണ്. ഇവിടെ വൈ നമ്മുടെ ബിയുടെ ഫോം കോൺസെൻട്രേഷൻ ഓഫ് ബി അറ്റ് ടൈം ടി എന്ന് പറയുന്നത് കെ വൺ ആണ് ഇവിടെ വരുന്നത്. അതേസമയം കോൺസെൻട്രേഷൻ ഓഫ് സിയിൽ കെ ടു ആണ് വരുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെ വൺ ബൈ കെ ടു എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻസ് ആണ് എ ബി ആവുന്ന റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് കെ വൺ, എ സി ആവുന്ന റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് കെ ടു. അടുത്തത് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ് ആണ്. കോൺസിക്യൂട്ടീവ് റിയാക്ഷനെ നമ്മൾ സീരീസ് റിയാക്ഷൻ എന്നും പറയും. ഇവിടെ നമ്മൾ ഇനിഷ്യലി എ മോൾസ് ഓഫ് എ ആണുള്ളത്, 0 മോൾസ് ഓഫ് ബിയും സിയും ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അറ്റ് ടൈം ടി ഈക്വൽ ടു 0. ഇനി ടൈം ടി ആവുന്ന സമയത്ത് എയിൽ നിന്നും എത്രയോ മോൾസ് റിയാക്ട് ചെയ്ത് പോയി. ഓക്കെ, എയിൽ നിന്നും എത്ര മോൾസ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും? എ മൈനസ് എച്ച് മോൾസ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. എ മൈനസ് എച്ച് മോൾസ് റിയാക്ട് ചെയ്തിട്ട് എച്ച് മോള് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, എച്ച് സ്മോൾ ആണ് ബാക്കിയുള്ളത്. അതേസമയം ബിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വൈയും സിന്റെ കോൺസെൻട്രേഷൻ സെഡും ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്നുമാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? എക്സും വൈയും സെഡും ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എ മൈനസ് എച്ച് മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്തു, എച്ച് മോൾസ് ഓഫ് എ ഫോം ചെയ്തു. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്നും എച്ച് മോൾസ് ഓഫ് എ ഫോം ചെയ്തു, അതേപോലെ തന്നെ വൈ മോൾസ് ഓഫ് ബി ഫോം ചെയ്തു, അതേപോലെ സെഡ് മോൾസ് ഓഫ് സി ഫോം ചെയ്തു. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇൻഡിവിജ്വലി ഇക്വേഷൻസ് ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കുറേ പ്രാവശ്യം എഴുതി പഠിക്കുക, എന്നാലേ കിട്ടുള്ളൂ. നെക്സ്റ്റ് ലിൻമാൻ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആണ്. ഓക്കെ, യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആണ്, അതായത് സെയിം ടൈപ്പ് ഓഫ് റിയാക്റ്റൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എയും റിയാക്ട് ചെയ്യുന്നു. അവർ റിയാക്ട് ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഓഫ് എ എന്ത് ചെയ്യും? മറ്റേ മോളിക്യൂളിനെ എനർജി ഇമ്പാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എ സ്റ്റാറും എയും കിട്ടും. ഈ എ സ്റ്റാർ എന്ന് പറയുന്നത് എനർജൈസ്ഡ് മോളിക്യൂൾ ആണ്. ആൻഡ് ഈ എനർജൈസ്ഡ് മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ ഈ ഒരു K1 ഉണ്ടല്ലോ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ്, ബേസിക്കലി ഇത് ആക്ടിവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതേസമയം K-1 ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീആക്ടിവേഷൻ ആണ്. ദെൻ നമ്മുടെ K2 എനർജൈസ്ഡ് മോളിക്യൂൾ പ്രൊഡക്റ്റ് ആവുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ വരുന്നത്, റേറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? K1 ഉം K2 ഉം അതേപോലെ തന്നെ K-1 എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇതിൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഡീആക്ടിവേഷൻ നടക്കുന്നത് ഹൈ പ്രഷർ കണ്ടീഷനിലാണ്. അതായത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ, ഈ റിയാക്ഷനാണ് കൂടുതൽ ഫേവർ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ K-1 അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K2 ഡീകമ്പോസിഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റിനെക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ K2നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഇവിടുത്തെ എയും കട്ടാവും. നമുക്ക് കിട്ടുന്നത് ഇതാണ് ഇക്വേഷൻ. സോ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും ഹൈ പ്രഷറിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോ പ്രഷർ ആണെങ്കിൽ ഡീകമ്പോസിഷൻ ആണ് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത്, അതായത് സെക്കൻഡ് ഈ ഒരു സ്റ്റെപ്പ്. സോ ഇതിൽ K2ൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ. K2ൻ്റെ വാല്യൂ കമ്പയർഡ് ടു ഡീആക്ടിവേഷൻ സ്റ്റെപ്പ് വളരെ കൂടുതലായിരിക്കും. സോ K2 ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ K-1A. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു ടേം ഇവിടുന്ന് പോവും. ബാക്കിയുള്ളത് K2 ക്യാൻസൽ ചെയ്തിട്ട് K1A² എന്ന് കിട്ടും. സോ ദിസ് ഇസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സോ നിങ്ങൾ ഓർത്തിരിക്കുക, ലോ പ്രഷർ ആണെങ്കിൽ സെക്കൻഡ് ഓർഡറും ഹൈ പ്രഷർ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ലിൻമാൻ തിയറി ഫസ്റ്റ് ഓർഡറും ആയിരിക്കും റിയാക്ഷൻ കൈനറ്റിക്സ് വരുന്നത്. അടുത്തത് നമ്മുടെ കൊലിഷൻ തിയറി ആണ്.
സോ ഇവിടെ നമ്മൾ ബൈമോളിക്കുലർ റിയാക്ഷനിലേക്ക് കടന്നു. ഇത് കൊളിഷൻ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അരീനിയസും അതേപോലെ വാൻ ഹോഫും ആണ്. ആൻഡ് ദിസ് ഇസ് വാലിഡ് ഫോർ എലിമെന്ററി ബൈമോളിക്കുലർ റിയാക്ഷൻസ് ഇൻ ഗേഷ്യസ് ഫേസ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളിഷൻ തിയറി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കാൽക്കുലേഷൻ ഓഫ് റേറ്റ് ആണ്. റേറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് 2 പോസ്റ്റ്ലേറ്റ്സ് ആണ് നോക്കുന്നത്. അതിനു മുന്നേ നമുക്കറിയാം കൊളിഷൻ തിയറിയിൽ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൊളിക്യൂൾസിന് റിജിഡ് ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സോ ഈ മൊളിക്യൂൾസ് നമ്മൾ കൊളൈഡ് ചെയ്ത് കൊളിഷൻ, ഫ്രൂട്ട്ഫുൾ കൊളിഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് കൊളിഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്രൊഡക്ട്സ് ആർ ഫോംഡ് ഓൺലി വെൻ ദ റിയാക്ടന്റ് മൊളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അതേപോലെ തന്നെ ഓൺലി എഫക്റ്റീവ് കൊളിഷൻസ് റിസൾട്ട് ഇൻ പ്രൊഡക്റ്റ് ഫോർമേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കൊളിഷൻസും പ്രൊഡക്റ്റ് ഫോർമേഷൻ തരുന്നില്ല. എഫക്റ്റീവ് കൊളിഷൻസ് മാത്രമേ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളൂ. എഫക്റ്റീവ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവേഷൻ എനർജിയും അതേപോലെ തന്നെ പ്രോപ്പർ ഓറിയന്റേഷനും ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. ആൻഡ് ഈ റേറ്റ് എന്ന് പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ ഫ്രാക്ഷൻ ഓഫ് കൊളിഷൻസ് ഹാവിങ് മിനിമം ആക്ടിവേഷൻ എനർജി, ആക്ടിവേഷൻ എനർജി ഉള്ള എത്ര മൊളിക്യൂൾസ് ഉണ്ട് ആ മൊളിക്യൂളിന്റെ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ സ്റ്റെറിക് ഫാക്ടറും വരുന്നുണ്ട്. പ്രോപ്പർ ഓറിയന്റേഷനിലാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ, നമുക്ക് എഫക്റ്റീവ് കൊളിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. സോ ഇവിടെ നമ്മളൊരു ജനറൽ റിയാക്ഷൻ എടുക്കുന്നു. A+B gives P. സോ ദിസ് ഇസ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ. ആൻഡ് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും റേറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ KR ആണ്, KR ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B, വേർ KR ഇസ് ദി റേറ്റ് കോൺസ്റ്റന്റ്. ഇനി കൊളിഷൻ ഡെൻസിറ്റി ZAB എന്ന് പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസി ഇൻറ്റു നമ്പർ ഡെൻസിറ്റി. ഓക്കെ, നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് മൊളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കൊളിഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ കൊളിഷൻ ഡെൻസിറ്റിന്ന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, നമ്പർ ഓഫ് കൊളിഷൻസ് ബിറ്റ്വീൻ A ആൻഡ് B പെർ ടൈം ഇന്റർവൽ പെർ വോളിയം ഓഫ് ദി റീജിയൻ. സോ നമ്മൾ കൊളിഷൻ കൺസിഡർ ചെയ്യുന്ന ആ ഒരു വോളിയത്തിൽ എത്ര ടൈം ഇന്റർവെല്ലിൽ എത്ര നമ്പേഴ്സ് ഓഫ് കൊളിഷൻസ് നടക്കുന്നുണ്ട്, അതാണ് നമ്മുടെ കൊളിഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ZAB ഈക്വൽ ടു സിഗ്മ U ബാർ Na² A ഇൻറ്റു B. ഇനി നിങ്ങൾക്ക് ബൈമോളിക്കുലർ റിയാക്ഷൻ ആകുമ്പം നമുക്ക് 2 മോളിക്യൂളും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിലോ ZAA എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടേംസ് ഇലാബറേറ്റ് ചെയ്യാം. Na എന്ന് പറയുന്നത് അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് കൊളിഷൻ ക്രോസ് സെക്ഷൻ ആണ്. ആൻഡ് ഈ സിഗ്മന്റെ വാല്യൂ πd² ആണ് വരുന്നത്. D എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസിന്റെ ഡയമീറ്ററിന്റെ ആവറേജ് ആണ്. DA എന്ന് പറയുന്നത് നമ്മുടെ A മോളിക്യൂളിന്റെ ഡയമീറ്ററും DB എന്ന് പറയുന്നത് B മോളിക്യൂളിന്റെ ഡയമീറ്ററും ആണ്. സോ ഇവരൊരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വന്നിട്ട് കൊളൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കൊളിഷൻ ക്രോസ് സെക്ഷൻ, ഇതിന്റെ ആ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കൊളിഷൻ എന്ന് പറയുന്നത് π×d² എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ക്ലിയർ ആണല്ലോ, ഈ ഒരു ഏരിയ ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, πd² എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ D എന്ന് പറയുന്നത് 2 ഡയമീറ്റേഴ്സിന്റെയും ആവറേജ് ആണ്. ഇനി U ബാർ എന്ന് പറയുന്നത് റിലേറ്റീവ് മീൻ സ്പീഡ് ആണ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 8 kBT/μ. Mu is the reduced mass and its equation is Ma mb divided by Ma plus mb. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, KB എന്ന് പറയുന്നത് നമ്മുടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ Ma mb അറിയാം, മാസ് ഓഫ് A, then mb is the mass of B. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഫൈനലി റേറ്റ് കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ വരുന്നത്. KR is equal to Na sigma U bar e raised to minus Ea by RT. So this is of the form K is equal to A e raised to minus Ea by RT. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെറിക് ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, P വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ P എന്ന് പറയുന്നത് സ്റ്റെറിക് ഫാക്ടർ ആണ്. നമ്മൾ പറഞ്ഞു പ്രോപ്പർ ഓറിയന്റേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നുള്ളൂ. സോ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആണ്. ഇതിനെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്നും പറയാറുണ്ട്. ആൻഡ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഐറിംഗ്, പൊളാനി ആൻഡ് ഇവാൻസ്. അപ്പം നിങ്ങൾ സയന്റിസ്റ്റുകളുടെ പേരും കൂടി നോട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ PSCക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ A+BB, ഓക്കെ, സോ ദാറ്റ് ഇസ് A2 ആൻഡ് B2 റിയാക്ട് ചെയ്തു ആൻഡ് അവർ തമ്മിലൊരു ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഇവിടെ നിങ്ങൾ ഡോട്ടഡ് ലൈൻ കാണിക്കണം. ആൻഡ് ഈ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് Aയും Bയും
ബി തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. സോ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇതാണ് ബേസിക്കലി ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് നടക്കുന്നത്. എ പ്ലസ് ബി റിവേഴ്സിബിൾ ഇക്വിലിബ്രിയം എ ബി ഹാഷ് ഗിവ്സ് പ്രൊഡക്ട്സ്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കെ ഹാഷ് എന്ന് പറയുന്നത്. അതേസമയം കെ ആർ എന്ന് പറയുന്നത് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു എ ബി ഹാഷ് ഇൻ ബിറ്റ്വീൻ ഫോം ചെയ്യുന്ന എ ബി ഹാഷ് ആണ് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് റേറ്റിന് ഇങ്ങനെ എഴുതാം, കെ ബി ടി ബൈ എച്ച് ഇൻറ്റു എ ബി ഹാഷ്. എ ബി ഹാഷ് ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ വരുന്നതാണ് ഐറിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കെ ആർ ഇസ് ഈക്വൽ ടു കെ ബി ടി ഹാഷ് kBt by h e raised to delta s0 hash by r e raised to minus delta s0 hash by rt. ഇതിലെ ഡെൽറ്റ s0 ഹാഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ആക്ടിവേഷനും ഡെൽറ്റ h0 ഹാഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷനും ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഐറിംഗ് ഇക്വേഷൻ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ ഇക്വേഷനെ നമുക്ക് ഇതേപോലെ എഴുതാം. ആൻഡ് ഇതിൽ ഡെൽറ്റ എൻ ജി ഹാഷ് എന്ന് പറയുന്ന ടേം 1 മൈനസ് മൊളിക്കുലാരിറ്റി ആണ്. മൊളിക്കുലാരിറ്റി എന്താണെന്ന് നമുക്കറിയാം. ആൻഡ് ഇതിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ അല്ല? കാരണം എന്താ, നമുക്കിവിടെ 1 ആണ് മിനിമം വാല്യൂ വരുന്നത്. 1 2 3 നമ്മൾ അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ 1 മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 1 മൈനസ് 2 ആണെങ്കിൽ -1 ദെൻ -2 അങ്ങനെ പോവാണ് ചെയ്യുന്നത്. സോ ദ വാല്യൂ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് ഫൈനലി നമ്മൾ എൻസൈം കറ്റാലിസിസ് ആണ് നോക്കുന്നത്. നമുക്ക് എൻസൈംസിന്റെ കറ്റാലിസിസ് പറയുന്നത് മൈക്കലിസ് മെന്റൻ ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എൻസൈമും സബ്സ്ട്രേറ്റും കമ്പൈൻ ചെയ്യുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്തിട്ട് പ്രൊഡക്റ്റും ബാക്കിയുള്ള എൻസൈമും കിട്ടുന്നു. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം അറ്റ് എനി പോയിന്റ് വിൽ ബി ഈക്വൽ ടു initial concentration of enzyme minus concentration of the enzyme substrate complex. ക്ലിയർ ആണല്ലോ? ഇതിൽ ഇ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓരോ സമയത്തും എത്ര കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ലെഫ്റ്റ് ആണ് ബാക്കിയുണ്ട്, അതാണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. ഇ നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ ഇതിലെ മൈക്കലിസ് മെന്റൻ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഓർത്ത് വെക്കണം. ആൻഡ് ഇതിലൊരു കെ എം എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ബാക്കിയെല്ലാം നമുക്കറിയാം. കോൺസെൻട്രേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ്, നമ്മൾ കണ്ടതാണ്. കെ എം എന്ന് പറയുന്നത് മൈക്കലിസ് മെന്റൻ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് k-1 പ്ലസ് k2 ഡിവൈഡഡ് ബൈ k1. വേറൊരു കാര്യം, ഈ ഒരു k2 ഇൻറ്റു ഇ നോട്ട്, ഈ ഇത്രയും ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് ആർ മാക്സ് എന്നാണ്. ഓക്കെ, സോ ആർ മാക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ആർ മാക്സ് k2 ഇൻറ്റു ഇ നോട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ മൈക്കലിസ് മെന്റൻ പ്ലോട്ട്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആർ വേഴ്സസ് എസ് ഈ ഒരു പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തത് എസ് വെരി മച്ച് ലെസ് ദാൻ കെ എം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള എസ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. സോ ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് റേസ് ടു 1 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ആൻഡ് ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആർ വേഴ്സസ് എസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എന്ത് വരും, സ്ലോപ്പ് ആയിട്ട് വരും, കോൺസ്റ്റന്റ് ആണ്. ദെൻ നമ്മുടെ കേസ് 2 എസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കെ എം ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു ആർ മാക്സ് ആണ്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് എ 0 ഓർഡർ റിയാക്ഷൻ. ഇവിടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ഷന്റെ ഗ്രാഫ് എന്ത് വരും, ഇങ്ങനെ വരും. ഇനി ഒരു ഗ്രാഫും കൂടിയുണ്ട്, ലൈൻ വീവർ ബർഗ് പ്ലോട്ട്. ഇതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് 1/r വേഴ്സസ് 1/s ആണ്. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനൊരു ഗ്രാഫാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് km ഡിവൈഡഡ് ബൈ ആർ മാക്സും ആൻഡ് ഈ 1/r max ഇതാണ് നമ്മുടെ y ഇന്റർസെപ്റ്റ് വരുന്നത്. ഇവിടെ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. 1/r is equal to km by r max into 1/s plus 1/r max. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ 1/r വേഴ്സസ് 1/s പ്ലോട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനൊരു ഗ്രാഫ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് വരുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.